നമസ്കാരം, ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. പ്രവർത്തകരെ ആവേശത്തിലാക്കി പെരുമ്പാവൂരിൽ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ സ്ഥാനാർത്ഥി പര്യടനം നടന്നു. LDF മണ്ഡലം ഭാരവാഹികൾ, മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങി നൂറുകണക്കിന് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം നൂറുകണക്കിന് ആളുകൾ ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനായി എത്തിച്ചേർന്നു. നിങ്ങളെ നേരിൽ കാണുന്നതിന് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിൽ ഇതാ കടന്നു വരികയാണ്. നഗരം വളർത്തിക്കൊണ്ട് ജനമനസ്സ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. അവരവരുടെ വിശ്വാസങ്ങൾ നിലനിർത്താൻ പറ്റുന്ന രീതിയിലാണ്. അങ്ങനെ ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായത് ഇവിടെ മതനിരപേക്ഷത ഉണ്ടായിരുന്നതുകൊണ്ടാണ്. നമ്മുടെ സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സംവാദത്തിൻ്റെയും എല്ലാം അടിത്തറ മതനിരപേക്ഷതയാണ്. പക്ഷേ അത് നഷ്ടപ്പെടുക. ശക്തികൾ മതനിരപേക്ഷതയെ തകർക്കുവാൻ ശ്രമിക്കുക. പൗരത്വ ഭേദഗതി നിയമമെല്ലാം ഇന്ത്യ മതാധിഷ്ഠിതമാകുന്നതിൻ്റെ തുടക്കമാണ്. അതോടെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്കെല്ലാം മനസ്സിലാകും. അതിനാൽ ഈ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച് പാർലമെന്റിൽ മതേതരത്വം നിലനിർത്തണം എന്ന ശബ്ദമുയർത്തുവാനുള്ള അവസരമാകണം. അതല്ല എങ്കിൽ ഇന്ത്യയിൽ ഇതുവരെ നമ്മൾ ആസ്വദിച്ച ജീവിത സ്വാസ്ഥ്യം ഉണ്ടാവില്ല എന്നും തിരിച്ചറിയണം. മതേതര ഇന്ത്യയെ തിരിച്ചു പിടിക്കുവാനുള്ള തെരഞ്ഞെടുപ്പായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണും. ചുറ്റികരിവാൾ നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതേതരത്വത്തെക്കുറിച്ചും ഫെഡറൽ സംസ്കാരത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും ലോക്സഭയിൽ ശബ്ദമുയർത്തുവാനുള്ള അവസരമുണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ലോകം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം മതേതര ഇന്ത്യ നിലനിൽക്കുമോ ഇല്ലയോ എന്ന ചോദ്യവുമായി ഭയത്തോടെ നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് നമ്മുടെ വജ്രായുധമാണ്. മതനിരപേക്ഷതയെ കൈവടിയെന്ന അനുവദിക്കില്ല. മതനിരപേക്ഷത എന്നും നിലനിർത്തും. അതിന് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഉപയോഗിക്കണം. മതേതര ഇന്ത്യയെ നിലനിർത്തുവാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ചുറ്റികരിവാൾ നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യം തന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രമാണ്. വർഗീയതയ്ക്കെതിരെ അചഞ്ചലമായി പോരാടിയിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം എന്നും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശബ്ദം ലോക്സഭയിൽ ഉയർന്നാൽ മാത്രമേ മതനിരപേക്ഷതയ്ക്ക് ഇന്ത്യയിൽ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. നമുക്ക് മതനിരപേക്ഷതയുടെ കാവലാളാകാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിച്ച് മതനിരപേക്ഷതയുടെ ശബ്ദമുയർത്തുവാനുള്ള അവസരമുണ്ടാകണം. ഫെഡറലിസത്തിന്റെ ഉയർത്തുവാനുള്ള അവസരമുണ്ടാകണം. സമത്വത്തിന്റെ ശബ്ദമുയർത്താനുള്ള അവസരമുണ്ടാകണം. നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചുറ്റികരിവാൾ നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിപ്പിച്ച് മതനിരപേക്ഷതയുടെ കാവലാളാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളിവിടെ നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അഭിവാദനം.